മലയാള സാഹിത്യത്തിൻ്റെ സൂര്യ തേജസ്സാണ് MT. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കോഴിക്കോട്ട് നടന്ന സാഹിത്യ സമ്മേളനത്തിൽ MT ചില ഗൗരവമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ചർച്ചയ്ക്കായി സമർപ്പിച്ചു. എന്നാൽ അതിൻ്റെ അനുരണനങ്ങൾ വ്യത്യസ്തമായിരുന്നു. ചിലർ പറയുന്നു അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണ്, ചിലർ പറയുന്നു അത് സംസ്ഥാനത്തെ ഉദ്ദേശിച്ചാണ്. അങ്ങനെ എല്ലാവരും പറയുന്നു ഞങ്ങളെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. ദൈവവചനം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോഴും ഇതുതന്നെ പറഞ്ഞ് നമുക്ക് തടി തപ്പാവുന്നതാണ്. ഇത് തിരുമേനിമാരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇത് അച്ഛന്മാരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരെക്കുറിച്ചാണ്, ഇതെന്നോടല്ല, എന്നോടല്ല, എന്നെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക എന്നത് വേണമെങ്കിൽ ഒരു തന്ത്രമായി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ എപ്പോഴാണ് ദൈവവചനം നമ്മിൽ ജഡം ധരിക്കുന്നതും അതിൻ്റെ വിസ്മയം നാം അനുഭവിക്കുന്നതും? വചനം നമ്മോടാണ് സംസാരിക്കുന്നതെന്ന് ഓരോരുത്തരും വിനയപൂർവം ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം, ദൈവമേ, ഇന്ന് സംസാരിക്കുന്നത് എന്നോടാണ്, മറ്റൊരാളെക്കുറിച്ചല്ല എന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവം, ധ്യാനപൂർവം സമ്മതിക്കാം. അങ്ങനെ ഈ വചനം കേൾക്കാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി ഇപ്പോൾ വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 15, 11 മുതൽ 32 വരെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഈ വചനകൂടാരത്തിൽ നിൻ്റെ വചനവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ വചനമെന്ന കണ്ണാടിയിൽ ഞങ്ങളെ തന്നെ കാണുവാനും വചനമെന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഞങ്ങളുടെ പ്രതിച്ഛായ എങ്ങനെയെന്ന് മറ്റാരുടെയും പ്രേരണയോ സമ്മർദ്ദമോ കൂടാതെ തിരിച്ചറിയുവാനും ഞങ്ങൾക്ക് സഹായിക്കണമേ. വചനം ഞങ്ങൾക്കിന്ന് സത്യമായി സംഭവിക്കണമേ. വചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും അതനുസരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. മലയാളികൾക്ക് പൊതുവിൽ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരോട് ഒരു പ്രിയമുണ്ട്. അത് മാർക്കേസ് ആകാം, പാബ്ലോ നെരൂദയാവാം, പൗലോ കൊയ്ലോ ആവാം, ഒക്ടോവിയോ പാസ് ആവാം, അങ്ങനെ ആരുമാവാം. അവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു അർജന്റീനിയൻ എഴുത്തുകാരനാണ് ലൂയി ബോർഹസ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പല കഥകളിൽ എനിക്ക് ഏറ്റവും പ്രിയം ഫ്യൂൺസ് ദ മെമ്മോറിയസ് എന്ന ഒരു ചെറുകഥയാണ്. അതിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യാം: ഫ്യൂൺസ്, അവൻ്റെ ഓർമ്മ ശക്തി. ഉറുഗ്വേയിലെ ഫ്രേ ബെൻറ്റോസ് എന്ന സ്ഥലത്ത് ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ബോർഹസ് ഫ്യൂണസ് എന്ന ഒരു കൗമാരക്കാരനെ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയെ പരിചയപ്പെടുന്നത്. ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ച് അർജന്റീനയിൽ പോയി ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ബെൻഡോസിലേക്ക്, ഉറുഗ്വേയിലെ ഈ പ്രത്യേക സ്ഥലത്ത് ലത്തീൻ ഭാഷ പഠിക്കുന്നതിന് ബോർഹസ് മടങ്ങിയെത്തി. അവിടെ എത്തിയപ്പോഴാണ് താൻ നേരത്തെ പരിചയപ്പെട്ട ഫ്യൂണസ് ഒരു കുതിര സവാരിക്കിടയിൽ അപകടത്തിൽപ്പെട്ട് ഭവനത്തിൽ കിടക്കയിൽ വിശ്രമത്തിലാണ് എന്ന് മനസ്സിലാക്കി.
ഫ്യൂണസിനെ സന്ദർശിക്കാനുള്ള തൻ്റെ താല്പര്യം അദ്ദേഹം അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, വരുന്നത് കൊള്ളാം, എന്നാൽ ലത്തീൻ ഭാഷയിലുള്ള ഏതാനും പുസ്തകങ്ങളും ഒരു ലത്തീൻ നിഘണ്ടുവും കൊണ്ടുവരണം. ഫ്യൂണസിൻ്റെ ഈ ആവശ്യം ബോർഹസിന് തീരെ പിടിച്ചില്ലെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഏതാനും കനപ്പെട്ട പുസ്തകങ്ങളും ഒരു നിഘണ്ടുവും ഫ്യൂണസിന് കൊടുത്തയച്ചു. ഇതിനിടയിലാണ് അർജന്റീനയിൽ നിന്ന് ഒരു സന്ദേശം വരുന്നു. തൻ്റെ പിതാവിന് അസുഖം മൂർച്ഛിച്ചു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത് തനിക്കേറെ പ്രിയപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ ഫ്യൂണസിൻ്റെ കയ്യിലാണ്. എന്തായാലും ഫ്യൂണസിനെ സന്ദർശിക്കാം, തൻ്റെ പുസ്തകങ്ങൾ മടക്കി വാങ്ങാം എന്ന് കരുതി ഒരു സന്ധ്യാസമയത്ത് ബോർഹസ് ഫ്യൂണസിൻ്റെ വീട്ടിലെത്തി. അമ്മ ഈ ഫ്യൂണസ് വിശ്രമിക്കുന്ന മുറിയിലേക്ക് ബോർഹസിനെ കൊണ്ടുപോയി. ആ മുറിയിൽ ലൈറ്റില്ല, ഒരു ഇരുണ്ട മുറിയാണ്. ബോർഹസ് ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലത്തീൻ ഭാഷയിൽ അദ്ദേഹം കൊടുത്ത പുസ്തകങ്ങളിലെ വരികൾ ഇങ്ങനെ കാണാതെ പറഞ്ഞുകൊണ്ടാണ് ബോർഹസിനെ ഈ കൗമാരക്കാരനായ ഫ്യൂണസ് സ്വീകരിക്കുന്നത്. അസാധാരണമായ ലത്തീൻ ഭാഷാശുദ്ധിയും താൻ കൊടുത്ത കനപ്പെട്ട പുസ്തകങ്ങളിലെ വരികൾ തെറ്റാതെ പറയുന്ന ഈ സിദ്ധിയും കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഫ്യൂണസിൻ്റെ അമ്മ ബോർഹസിനോട് പറയുന്നുണ്ട്, കുതിരസവാരിക്കിടയിൽ കുതിരയുടെ പുറത്തു നിന്ന് ഈ ഫ്യൂണസ് താഴെ വീണു. അതിൽ തലച്ചോറിൽ കാര്യമായ പരുക്കേറ്റു. അതിനുശേഷം ഫ്യൂണസിന് ഒന്നും മറക്കാൻ കഴിയില്ല. കണ്ടതെല്ലാം ഓർത്തുവെക്കും, അതിൻ്റെ എല്ലാ അസഹനീയമായ വിശദാംശങ്ങളോടുകൂടെ. അതുകൊണ്ട് ഈ വീഴ്ചയിൽ ഫ്യൂണസിന് നഷ്ടപ്പെട്ടത് മറക്കാനുള്ള കഴിവാണ്. ആ രാത്രി മുഴുവൻ ബോർഹസും ഫ്യൂണസും സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രഭാതത്തിൽ നേരം പരപരാ പുലർന്നപ്പോഴാണ് ഫ്യൂണസിൻ്റെ മുഖം ബോർഹസ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് ബോർഹസ് കുറിക്കുന്നത്: ഹി ലുക്ക് ടു മീ ആസ് മോണ്യുമെന്റൽ ആസ് ബ്രോൺസ്, ഓൾഡർ ദാൻ ഈജിപ്ഷ്യൻ പിരമിഡ്സ്. ഒരു 19 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ വെങ്കലത്തേക്കാൾ പ്രാചീനമായും ഈജിപ്ഷ്യൻ പിരമിഡുകളേക്കാൾ പുരാതനമായും കാണപ്പെട്ടു. മറക്കാൻ മറന്നുപോയ ഫ്യൂണസ്, ഓർമ്മയുടെ ഇരയായി ജീവിക്കുന്ന ഫ്യൂണസ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഫ്യൂണസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഐ മൈസെൽഫ് എലോൺ ഹാവ് മെമ്മറീസ് മോർ ദാൻ ഓൾ ഹ്യൂമൻ കൈൻഡ് സിൻസ് ദ വേൾഡ് ബിഗാൻ. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ബോർഹസ് പറയുകയാണ്, ബട്ട് മൈ മെമ്മറി ഈസ് ലൈക്ക് എ ഗാർബേജ് ഹീപ്പ്. പക്ഷെ എൻ്റെ ഓർമ്മ എന്നത് ഒരു ചവറുകൂന പോലെയാണ്. ഓർമ്മയുടെ ഇരയായ ഫ്യൂൺസ്, മറക്കാൻ മറന്നുപോയ ഫ്യൂൺസ്, മറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയ ഫ്യൂൺസ്. നാം ജീവിക്കുന്ന ഈ കാലത്ത്, ഡിജിറ്റൽ മീഡിയയുടെ ഈ ലോകത്ത്, നമ്മൾ മറന്നാലും നമ്മൾ മറന്നതൊക്കെ നമ്മെ നിരന്തരം ഓർപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറക്കാൻ മറക്കുന്ന നവ സാമൂഹിക മാധ്യമങ്ങൾ. ചില എഴുത്തുകാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ tyranny ഓഫ് റിമെമ്പറിങ് ആബ്സല്യൂട്ട്ലി എവറിത്തിങ്. ഇവിടെ ഒരു വാക്ക് കൈവിട്ടു പോയാൽ നമ്മുടെ ജാതകം തന്നെ മാറിപ്പോകും. നാം മറന്നാലും മറന്നതൊക്കെ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന സാമൂഹിക നവമാധ്യമങ്ങളുടെ കാലം. കുംഭകർണനെ നമുക്കറിയാം. കുംഭകർണൻ തപസ് ചെയ്ത് ഇന്ദ്രനെ പ്രസാദിപ്പിച്ച് ഇന്ദ്രാസനം വാങ്ങാനാണ് കുംഭകർണൻ തപസ് ചെയ്തത്. ഇന്ദ്രാസനം കുംഭകർണന്റെ കയ്യിൽ എത്തുമോ എന്ന് ഭയപ്പെട്ട് ദേവന്മാർ സരസ്വതി ദേവിയെ സമീപിച്ചു.
അങ്ങനെ തപസ്സിൽ പ്രീതനായ സംപ്രീതനായ ഇന്ദ്രൻ ചോദിച്ചു, എന്താണ് വേണ്ടത്? കുംഭകർണൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് ഇന്ദ്രാസനമാണ്. എന്നാൽ സരസ്വതിയുടെ വിളയാട്ടം നാവിൽ വന്നതുകൊണ്ട് ചോദിച്ചത് നിദ്രാസനമാണ്. ഒരു വാക്കു മാറിയാൽ ജാതകം മാറുന്ന സാമൂഹിക മാധ്യമങ്ങളുടെ കാലം. ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വാക്ക് അൺപാർലമെന്ററി ആണെങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതെൻ്റെ വാക്കല്ല. ഇത് വെബക്കൂഫുകളുടെ കാലമാണ്. വെബ് കൂഫ്. ധൂർത്തപുത്രന്റെ ഈ കഥയിലെ മൂത്ത മകൻ വർത്തമാനകാല സാമൂഹിക മാധ്യമങ്ങളുടെ പ്രതിനിധിയാണ്. മനുഷ്യൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഭൂതകാലത്തെ, മനുഷ്യൻ മറക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ദുരന്ത നാളുകളെ, അവന് സംഭവിച്ചു പോയ അബദ്ധങ്ങളെ, അവന് സംഭവിച്ചു പോയ കൈപ്പിഴകളെ, അവൻ്റെ ഭൂതകാലവും ജാതകവും ഓർത്തുവെക്കുന്ന നവ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രതിനിധിയാണ് ഈ ധൂർത്തപുത്രന്റെ കഥയിലെ മൂത്ത മകൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മൂത്ത മകന്റെ ഓർമ്മ എന്നത് ഇറ്റ് ഈസ് ആൻ അൺഫോർഗിവിംഗ് മെമ്മറി. ഒരുപക്ഷെ വർത്തമാനകാലത്തിലെ ഗൂഗിൾ പോലെയോ യൂട്യൂബ് പോലെയോ ഫേസ്ബുക്ക് പോലെയോ മൂത്ത മകന്റെ ഓർമ്മ എന്നത് ഒരു കണക്ക് പുസ്തകമാണ്. അവനെല്ലാം ഓർത്തുവെക്കുന്നുണ്ട്. തൻ്റെ സഹോദരന് ഒരിക്കൽ പറ്റിയ തെറ്റുകൾ, തൻ്റെ സഹോദരൻ ഒരിക്കലെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, കൈവിട്ട വാക്കുകൾ കൽപ്പാന്തകാലത്തോളം സൂക്ഷിക്കുന്ന ഈ മൂത്ത മകൻ വർത്തമാനകാല സോഷ്യൽ ഹാർഡ് ഡിസ്കിൻ്റെ, വർത്തമാനകാല സോഷ്യൽ മെമ്മറിയുടെ ഓർമ്മയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹം ഒരു തരം സോഷ്യൽ ഹാർഡ് ഡിസ്ക് ആണ്. നമുക്ക് പറ്റിയ തെറ്റുകൾ, നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ, കൈവിട്ടുപോയ വാക്കുകൾ, ഒരാവേശത്തിലെടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ ഉച്ചാരണ പിശകുകൾ, അങ്ങനെ നാം മറക്കാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ നമ്മെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ട് ഒരു മടങ്ങിവരവ് അസാധ്യമാക്കുന്ന വർത്തമാനകാല പരിസരത്ത് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ അനുതാപത്തെ അസാധ്യമാക്കുന്ന, നമ്മുടെ മാനസാന്തരത്തെ നിഷ്പ്രഭമാക്കുന്ന, നമ്മുടെ കണ്ണുനീരിനെ ക്യാൻസൽ ചെയ്യുന്ന, നമ്മുടെ കുറ്റബോധത്തെ റദ്ദ് ചെയ്യുന്ന, നമ്മുടെ മടങ്ങിവരവിനെ തന്നെ അസാധ്യമാക്കുന്ന ഒരു ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത്, ഒരു അൺഫോർഗിവിംഗ് മെമ്മറിയുടെ കാലത്ത് എങ്ങനെയാണ് സഭയ്ക്ക് ഒരു മാനസാന്തര സമൂഹമായി, ഒരു സഭയ്ക്ക് എങ്ങനെയാണ് ഒരു ഫോർഗിവിംഗ് കമ്മ്യൂണിറ്റിയായി, ക്ഷമിക്കുന്ന സമൂഹമായി, ക്ഷമിച്ചതൊക്കെ മറക്കുന്ന സമൂഹമായി എങ്ങനെ നിലനിൽക്കാൻ കഴിയുമെന്നാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനിക്കാൻ ഞാൻ നിങ്ങളോട് ചേർന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയായി പറയുന്നത് അൺഫോർഗിവിംഗ് മെമ്മറി ഓഫ് ദ ഡിജിറ്റൽ വേൾഡ്. ഡിജിറ്റൽ ലോകത്തിൻ്റെ ക്ഷമിക്കാത്ത ഓർമ്മകൾ, ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത ഓർമ്മകൾ. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധനായ ലൂക്കോസ് ധൂർത്തനായ മകന്റെ മടങ്ങിവരവിനെ കുറിച്ചും ആ മടങ്ങിവരവിൽ അസ്വസ്ഥനാകുന്ന, അതിനോട് കലഹിക്കുന്ന, കലാപത്തിന്റെ കൊടി ഉയർത്തുന്ന മൂത്ത മകനെ കുറിച്ചുള്ള വിവരണം സവിസ്തരമായി നൽകുന്നത്. ഈ കാലത്തിന് വിളിക്കുന്ന ഒരു പേര് ക്യാൻസൽ കൾച്ചർ എന്നാണ്. ഒരൊറ്റ വാക്കുകൊണ്ട്, നമ്മുടെ കൈയുടെ ഒരു ചലനം കൊണ്ട് എല്ലാത്തിനെയും അസാധുവാക്കാൻ കഴിയുന്ന ഒരു കാലം, ക്യാൻസൽ കൾച്ചർ. ഇവിടെ അനുജന്റെ മാനസാന്തരത്തെ, അനുജന്റെ മടങ്ങിവരവിനെ റദ്ദു ചെയ്യാൻ, അനുജന്റെ മടങ്ങിവരവിനെ വിഫലമാക്കാൻ ഇവിടെ മൂത്ത സഹോദരൻ അവൻ്റെ കഴിഞ്ഞ കാലത്തെ, അവൻ്റെ ഭൂതകാലത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദി എൽഡർ സൺ ഈസ് യൂസിങ് ഹിസ് യങ്ങർ ബ്രദേഴ്സ് പാസ്റ്റ് ആസ് എ വെപ്പൺ ടു ക്യാൻസൽ ഹിസ് റിട്ടേൺ. മറ്റൊരു തരത്തിൽ, വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ മൂത്ത മകൻ പറയുന്നത് ഈ ഇളയ മകൻ അപ്പനെയും എന്നെയും കുടുംബത്തെയും ഒക്കെ തേച്ചിട്ട് പോയതാണ്.
ഈയിടെ ഞാനൊരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ യൂദായുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യൂദാ യേശുവിനെ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പറയാം, അച്ഛാ പറ്റിച്ചു എന്ന് പറയില്ല, തേച്ചിട്ട് പോയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അപ്പനെയും സഹോദരനെയും ഒക്കെ തേച്ചിട്ട് പോയ ആളാണ്. ഇവിടെ പറയുന്നു ഈ ഇളയ മകൻ വളരെ ദൂരെ ഒരു ദേശത്താണ്. ഈ വർത്തമാനകാല ഡിജിറ്റൽ ലോകത്ത് ദൂരെ എന്ന് പറയുന്ന ഒന്നില്ല. എത്ര ദൂരെയായാലും നിങ്ങൾ ഡിജിറ്റൽ മീഡിയയുടെ കഴുകൻ കണ്ണുകൾക്ക് ഉള്ളിലാണ്. ഇവിടെ മൂത്ത മകൻ അപ്പനെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ മുതൽ തിന്നുകളഞ്ഞ, നശിപ്പിച്ച, മുടിപ്പിച്ച ഈ മകൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മൂത്ത മകൻ അപ്പനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അപ്പൻ തൻ്റെ മകൻ തന്നോട് ചെയ്ത കാര്യങ്ങൾ മറക്കാനുള്ള ശ്രമത്തിലാണ്. ആ നിമിഷങ്ങൾ എങ്ങനെയും തൻ്റെ മറവിയിലേക്ക് വരാതിരിക്കാൻ അപ്പൻ ബോധപൂർവമായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തൻ്റെ മകന് സ്വത്ത് വീതിച്ചു കൊടുത്ത ആ അഭിശപ്ത നിമിഷത്തെ ഈ അപ്പൻ മനസ്സുകൊണ്ട് പിരാകുന്നുണ്ടാവണം. അങ്ങനെ ആ ശപിക്കപ്പെട്ട നിമിഷങ്ങളെ മറക്കാൻ ശ്രമിക്കുന്ന അപ്പനെ ഈ മൂത്ത മകൻ തൻ്റെ ഡിജിറ്റൽ മെമ്മറി ഉപയോഗിച്ച്, തൻ്റെ ആർക്കൈവ്സ് ഉപയോഗിച്ച് ഓർപ്പിക്കുകയാണ്. മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ വീണ്ടും വീണ്ടും ഈ മൂത്ത മകൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇളയ മകൻ തന്നെ ഉപേക്ഷിച്ചു പോയത് മനസ്സിലൊരു മുറിവായിരിക്കുകയാണ്. മുറിവിനെ ഉണക്കേണ്ട മൂത്ത മകൻ മുറിവിനെ വ്രണമാക്കുകയാണ്. മുറിവുകളെ വ്രണമാക്കണമെന്ന് വ്രതമെടുത്തിട്ടുള്ള വ്രതന്മാരുടെ കാലമാണിത്. ഈ മൂത്ത മകൻ വീണ്ടും ഗൗരവമായ ചില ആക്ഷേപങ്ങൾ ഈ മകനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇളയ സഹോദരനെ കുറിച്ച്. അവിടെ പറയുന്നു, വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ നിന്റെ മകൻ. എങ്ങനെയാണ് ഈ മൂത്ത മകന് ഈ വിവരം കിട്ടിയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഭാഷ ഉപയോഗിച്ചാൽ അവന് വല്ല വിക്കിപീഡിയയോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ഉപയോഗിച്ച് അവൻ അപ്ഡേറ്റഡ് ആണ്. അവരൻ്റെ അയൽക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ അയൽക്കാരൻ്റെ, എൻ്റെ സഹോദരൻ്റെ, എൻ്റെ കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് സംഭവിക്കുന്ന എല്ലാ തെറ്റുകളുടെയും കണക്ക് പുസ്തകം നമ്മൾ സൂക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ഗൂഗിളിനുള്ളതിനേക്കാൾ വലിയ മെമ്മറി ഈ മൂത്ത മകനുണ്ട്. ഇന്നത്തെ ഒരു യുക്തിയും ഇന്നത്തെ ഒരു ലോജിക്കും ഉപയോഗിച്ചാൽ അപ്പനോട് കലഹിച്ച് ഭവനത്തിൽ നിന്നും പോയ മകൻ ഒരുപക്ഷെ അപ്പനെ പ്രകോപിപ്പിക്കാൻ, അല്ലെങ്കിൽ മൂത്ത സഹോദരനെ കളിയാക്കാൻ, കൊച്ചാക്കാൻ, തൻ്റെ സന്തോഷ നിമിഷങ്ങൾ ഫോട്ടോയിൽ പകർത്തി ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ സ്നാപ്ചാറ്റിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഇട്ടിട്ടുണ്ടാവണം. ഇങ്ങനെ തൻ്റെ സഹോദരൻ ചെയ്തതായ എല്ലാ കാര്യങ്ങളും ഒരു ഹാർഡ് ഡിസ്കിൽ എന്നതുപോലെ ഈ മൂത്ത മകൻ സൂക്ഷിക്കുന്നുണ്ട്. അവൻ ഈ ഓർമ്മ മുഴുവൻ സഹോദരനെ ചാപ്പകുത്താൻ ഉപയോഗിക്കുകയാണ്. നിന്റെ മുതൽ തിന്നുകളഞ്ഞ, വേശ്യമാരോടുകൂടെ നശിപ്പിച്ച ഈ നിന്റെ മകൻ. വാക്കുകൾ മരണവഴികളാവുന്ന, മരണത്തിൻ്റെ വാക്കുവഴികളാണ് ഈ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഓരോ ആക്ഷേപവും. മറ്റൊരു തരത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു വർത്തമാനകാല ഭാഷയിൽ പറഞ്ഞാൽ, ദി എൽഡർ സൺ ഈസ് ട്രൈയിങ് ടു ടെതർ our past actions which make our escape impossible. ഒരുപക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചതിന് ശേഷം ഒരു പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്താൽ, അവൻ മരിച്ചാലും അവൻ്റെ തെറ്റുകൾ മരിക്കില്ല. നാം മരിച്ചാലും നമ്മെ വേട്ടയാടുന്ന ഭൂതകാലം മരിക്കുന്നില്ല. നാം മരിച്ചാലും നമ്മുടെ ഭൂതകാലം മനുഷ്യൻ മറക്കുന്നില്ല. ഇതുകൊണ്ടാണ് സൈബർ ഇടങ്ങളെ കബറിടങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത കാലത്ത് മലയാളികൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വെബിനിവേശം.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ്റർനെറ്റ് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട 100 കാര്യങ്ങൾ. ഞാൻ ആ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. അതിലൊന്ന് നമുക്ക് മറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ആരും ഭാര്യയുടെ ബർത്ത്ഡേ മറക്കില്ല, കാരണം റിമൈൻഡർ വയ്ക്കാൻ പ്രൊവിഷനുണ്ട്. വഴി മറക്കില്ല, വെഡ്ഡിങ് ആനിവേഴ്സറി മറക്കില്ല. അങ്ങനെ പരാതികളുടെ എണ്ണം കുറഞ്ഞു. നമുക്ക് മറക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്താണ്. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ തെറ്റുകൾ മരിക്കുന്നില്ല. യു ഓൾവേസ് ലീവ് ഓൺ ദ ഡിജിറ്റൽ വേൾഡ്. അതുകൊണ്ട് ഈ മൂത്ത മകൻ തൻ്റെ ഓർമ്മയുടെ പേടകം തുറക്കുകയാണ്, തൻ്റെ കണക്ക് പുസ്തകം തുറക്കുകയാണ്, തൻ്റെ വിക്കിപീഡിയ തുറന്ന് അപ്പനോട് പറയുകയാണ്, ഇന്ന 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 തെറ്റുകളാണ് ഈ നിന്റെ മകൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നശിപ്പിച്ചവൻ, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയവൻ, അതുകൊണ്ട് അവനെ ഒരിക്കലും ഇനി ഭവനത്തിൽ കയറ്റരുത്. ഈ മൂത്ത മകൻ്റെ യുക്തി അനുസരിച്ച് കാണാതെ പോയതും എല്ലാം നശിപ്പിച്ചതുമായ ഒരാളെയും തിരിച്ചെടുക്കരുത്. ലാഭമുള്ള ബിസിനസ്സിൽ മാത്രമേ ഈ മൂത്ത മകൻ ഇടപെടൂ. കുറേ കാലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2002 തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ പള്ളിയുടെ VBS ഡയറക്ടറായിട്ട് ഞാൻ പോയി. അന്ന് VBS ഡയറക്ടർ പാടുന്ന രീതിയാണ് അതിൻ്റെ ഔദ്യോഗികമായ ട്യൂൺ. ഇന്നത്തെ പോലെ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ CD ഒന്നും ഇല്ലാതിരുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഞാൻ പാടുന്നതാണ് അതിൻ്റെ ട്യൂൺ. CD ഇറക്കി ഞാൻ പരിപാടി നിർത്തി. കാരണം അങ്ങനെ സ്റ്റാൻഡേർഡ് ട്യൂണിൽ പാടാൻ ഞാൻ തയ്യാറല്ല എന്നതുകൊണ്ട് ഞാൻ VBSൻ്റെ പരിപാടി നിർത്തി. അപ്പോൾ അവിടെ VBS പഠിപ്പിച്ചപ്പോൾ അന്ന് ഈ കാണാതെ പോയ ആടിൻ്റെ കഥയാണ് ധ്യാന വിഷയമായി വന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന ഒരു പയ്യനോട് ചോദിച്ചു, മോനെ, എന്തുകൊണ്ടായിരിക്കും ഈ 100 ആടുണ്ടായിട്ട് ഒരാടിനെ വിട്ടിട്ട് 99നെയും വിട്ടിട്ട് ഈ ഒരാടിൻ്റെ പുറകെ പോയത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ആ മുമ്പിലിരുന്നൊരു വിദ്വാൻ പറയാണ്, ആ ഒരെണ്ണത്തിനെ കറവയുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പോയതെന്ന്. 99 പോയാലും കറവയുള്ളതിൻ്റെ പുറകെ പോകണം എന്ന ഒരു പാഠമാണ് ഈ മൂത്ത മകൻ്റേത്. അവൻ്റെ ഹാർഡ് ഡിസ്ക്, അവൻ്റെ സോഷ്യൽ മെമ്മറി വിച്ച് ഡസൻ അലൗ എനി വൺ, ഈവൻ ഹിസ് ബ്രദർ, എ സെക്കൻഡ് ചാൻസ്. ഒരു മടങ്ങി വരവ് നിഷേധിക്കുന്ന സോഷ്യൽ മെമ്മറി അല്ലെങ്കിൽ അത്തരം ഹാർഡ് ഡിസ്കുകളുമായി നാം നടക്കുകയാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള യോഗം പോലും മറ്റൊരു സാമൂഹിക തിന്മയാണ്. 10-20 കൊല്ലം മുമ്പ് ഒരാൾ മദ്യപാനം നിർത്തും, നമ്മൾ പിന്നെയും എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് പറയും, ഞാൻ മദ്യപാൻ. അയാളത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അയാളുടെ കുടുംബം അത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് നാം കൊടുക്കുന്ന ഓമന പേരാണോ സാക്ഷ്യം? How do we forgive in a world that has forgotten to forget? എങ്ങനെയാണ് മറക്കുന്ന ഒരു കാലത്ത് നാം എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വിരൽത്തുമ്പുകൾ വേട്ടപ്പട്ടികളായി പരിണമിക്കുന്നതാണ്. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വിരൽത്തുമ്പുകൾ വേട്ടപ്പട്ടികളായി പരിണമിക്കുന്ന ഒരു കാലമാണ്. എല്ലാം വിരൽത്തുമ്പിലുണ്ട്. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ എല്ലാം ഉണ്ട്. നമ്മുടെ സോഷ്യൽ മെമ്മറിയിൽ എല്ലാം ഉണ്ട്. മടങ്ങി വരാൻ നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സഭയിൽ ഒരാൾക്ക് സാധിക്കുമോ? പാപമോചനം, ഒരാൾ പാപം ഏറ്റുപറഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള വിടുതൽ നമ്മുടെ സഭയിൽ, ഇടവകയിൽ സാധിക്കുമോ? അയാളെ വേട്ടയാടുന്ന ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആ മനുഷ്യനെ അനുവദിക്കുമോ? അയാളുടെ പാപം ഓർക്കാതിരിക്കാനും ഓർമ്മിക്കാതിരിക്കാനും ഓർമ്മപ്പെടുത്താതിരിക്കാനും നമുക്ക് കഴിയാത്തിടത്തോളം കാലം ഞാനും നിങ്ങളുമൊക്കെ ഈ മൂത്ത മകൻ്റെ പ്രതിനിധിയാണ്. അത്തരം സോഷ്യൽ ഹാർഡ് ഡിസ്കുകളുമായിട്ടാണോ നാം യാത്ര ചെയ്യുന്നത്? രണ്ടാമത്തെ ആശയം, ഡിവൈൻ ഫോർഗീവ്നെസ് മീൻസ് ഡിവൈൻ അംനേഷ്യ.
പാപക്ഷമ എന്നാൽ, ദൈവത്തിൻ്റെ ക്ഷമ എന്നാൽ ദൈവത്തിൻ്റെ മറവി എന്നും കൂടെയാണ് അതിൻ്റെ അർത്ഥം. ഈ ഇളയ മകൻ തിരികെ വീട്ടിലോട്ട് വരുമ്പോൾ മൂത്ത മകൻ്റെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് അപ്പൻ നടത്തുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇളയ മകനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അപ്പൻ എല്ലാം മറക്കുകയാണ്. താൻ പഠിച്ചു വെച്ച കുമ്പസാരം, താൻ പഠിച്ചു വെച്ച അനുതാപ പ്രാർത്ഥന ഈ മകൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അപ്പൻ്റെ ചെവിയിൽ വീഴുന്നില്ല. അപ്പന് ഭയങ്കര മറവിയാണ്. കാരണം സ്നേഹം ചില കാര്യങ്ങളെ മറയ്ക്കുന്നു എന്നാണ്. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പട്ടക്കാർ ഉപയോഗിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചു കളയുന്നവൻ. അത് വെറുതെ മായിച്ചു കളയുകയല്ല, ഇനി ഒരിക്കൽ ശ്രമിച്ചാൽ പോലും റിട്രീവ് ചെയ്യാൻ കഴിയാത്ത ഒരു ഹാർഡ് ഡിസ്ക് ആണ് ദൈവത്തിൻ്റെത്. ദൈവം ഒരിക്കൽ ക്ഷമിച്ചാൽ അത് മറന്നു എന്നാണ് അർത്ഥം. എന്നാൽ മനുഷ്യൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒരു വൈറസും കയറില്ല, അതിന് ഭയങ്കര മെമ്മറിയാ. എന്നാൽ ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്കിൽ ക്ഷമയുണ്ട്. ഫോർഗിവിങ് മീൻസ് ഫോർഗെറ്റിംഗ്, ഓർക്കാതെ വണ്ണം മായിക്കുന്നു. 32-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ മറവിയിലാണ്. കുറച്ചുകൂടെ പ്രാസമൊപ്പിച്ച് പറഞ്ഞാൽ നമ്മുടെ തുറവി ദൈവത്തിൻ്റെ മറവിയിലാണ്. തെറ്റുപറ്റിയാൽ തിരുത്തണമെന്ന MTയുടെ വാക്ക് ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. ഇളയ മകൻ അപ്പനോട് കുമ്പസാരിക്കുന്നുണ്ട്, എന്നാൽ അപ്പൻ അത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ഈ അപ്പൻ്റെ ശരീരഭാഷ ഒന്നും ഓർക്കാത്ത ഒരാളുടെ ശരീരഭാഷയാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം വായിച്ചിട്ടുള്ളവർക്ക്, കൗതുകത്തിന് വേണ്ടിയാണെങ്കിലും അവർക്കറിയാം, രണ്ട് വ്യക്തികളുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം അവർ തമ്മിലുള്ള ബന്ധം. അത് കുടുംബത്തിലൊന്നും നമ്മളത് പ്രയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈ മകൻ തന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഈ അപ്പൻ്റെ ഹാർഡ് ഡിസ്കിലില്ല. കാരണം അപ്പൻ്റെ ശരീരഭാഷ ഓടിച്ചെല്ലുന്നു, ഇറങ്ങിച്ചെല്ലുന്നു, ആലിംഗനം ചെയ്യുന്നു, അവനെ ചുംബിക്കുന്നു. അപ്പൻ വല്ലാത്ത എക്സൈറ്റഡ് ആണ്. ഒരു ക്ലാസ്സിൽ 1ഉം 2ഉം സമ്മാനത്തിന് വേണ്ടി പഠിക്കുന്നവർ, അതിലൊരാൾ ഫസ്റ്റ് കിട്ടുമ്പോൾ മറ്റേ ആൾ വന്ന് കൺഗ്രാജുലേഷൻസ് പറയുമ്പോൾ ആ പറച്ചിലിൽ തന്നെ അറിയാം എന്തോ ഇയാളുടെ ഹാർഡ് ഡിസ്ക് അങ്ങോട്ട് ശരിയല്ലെന്ന്. ഇവിടെ അപ്പൻ്റെ ശരീരഭാഷ, പരസ്യാരാധന ക്രമത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്: നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഇതൊരു ഡിസ്പൊസസിങ് സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്, അപ്പൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഇരിക്കുന്ന ഇടത്തു നിന്ന് നമ്മളെ ഇളക്കുന്ന സ്നേഹമാണ്. അപ്പൻ്റെ ശരീരഭാഷ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പന് എന്തെങ്കിലും ഈ മകൻ ചെയ്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ആഘോഷത്തിന് അപ്പൻ ആഹ്വാനം നൽകില്ലായിരുന്നു. മോതിരമിടിയിക്കുന്നു, ചെരുപ്പ് ധരിപ്പിക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം നൽകുന്നു. തന്നെ നാണം കെടുത്തിയ മകന് എല്ലാ വിധത്തിലുമുള്ള മാന്യത നൽകലാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ടാവും. എന്നാൽ അവർ ഏതെങ്കിലും കാരണവശാൽ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നാലും നാം അവർക്ക് ചില ഇരട്ടപ്പേരുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഈ ഇരട്ടപ്പേരുകളെ ഭയന്നാണ് പലരും മടങ്ങി വരാത്തത്. മൂത്ത മകൻ്റെ പ്രതികരണം, ഇളയ മകൻ്റെ പ്രതികരണം. ഇവിടെയാണ് സഭ
ഒരു വിചാരണക്കൂടല്ല, സഭ ഒരു കുമ്പസാരക്കൂടാണ്. സഭ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം ടേബിൾ അല്ല, ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് റിസറക്ഷൻ. അവിടെ കാര്യകാരണങ്ങൾ ചികഞ്ഞ് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അവസാനത്തെ കണികയും ഭസ്മീകരിക്കുന്ന ഇടത്തിൻ്റെ പേരല്ല സഭ. ചർച്ച് ഈസ് നോട്ട് എ പോസ്റ്റ്മോർട്ടം ടേബിൾ, ചർച്ച് ഈസ് എ ടേബിൾ ഓഫ് റിസറക്ഷൻ. അങ്ങനെ കുറ്റം ഏറ്റുപറഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു വ്യക്തി, അവൻ നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവൻ്റെ കഴിഞ്ഞകാല ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമ്പോഴാണ് സഭ ഒരു തുറന്ന കല്ലറയായി മാറുന്നത്. ചർച്ച് ക്യാൻ ബി എ ക്ലോസ്ഡ് ടൂം ആൻഡ് ചർച്ച് ക്യാൻ ബി ആൻ ഓപ്പൺ ടൂം. ഒരു പക്ഷേ ഒരു കൈ സഹായിച്ചാൽ, ഒരു കല്ല് ഉരുട്ടി മാറ്റിയാൽ അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാം. If you don't forgive and forget, we will be a forgotten community. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മെമ്മറികളെ, ഇങ്ങനെയുള്ള സോഷ്യൽ ഹാർഡ് ഡിസ്കിനെ എങ്ങനെയാണ് കർത്താവ് കൈകാര്യം ചെയ്തത് എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇതര സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. സക്കായിയുടെ കഥ നമുക്കറിയാം. സക്കായി അത്തിയിൽ കയറിയിരിക്കുന്നു, ഒളിച്ചിരിക്കുന്നു. യേശു സക്കായിയെ വിളിക്കുന്നു, സക്കായിയുടെ വീട്ടിൽ ചെല്ലുന്നു. യേശു സക്കായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ ഇത് കണ്ട മനുഷ്യരെല്ലാം പിറുപിറുക്കുകയാണ്. കാരണം അവരുടെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ, അവരുടെ സോഷ്യൽ മെമ്മറിയിൽ സക്കായിയുടെ കഴിഞ്ഞ കാലം മാത്രമേ ഉള്ളൂ. യേശു എല്ലാ കാലത്തും ഇങ്ങനെ സാമൂഹിക മെമ്മറികളാൽ വേട്ടയാടപ്പെടുന്നവർ, സാമൂഹിക സോഷ്യൽ ഡിസ്കിൻ്റെ ഇരയാക്കപ്പെടുന്ന മനുഷ്യർ അവരോടൊപ്പമാണ്. ഓർമ്മകൾ വേട്ടയാടുന്ന മനുഷ്യരെ ഓമനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. സോഷ്യൽ മെമ്മറിയിൽ, സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ സക്കായിയെക്കുറിച്ച് മോശമായതും സക്കായിയെക്കുറിച്ച് നല്ലതല്ലാത്തതുമായ കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ അത്തരം സോഷ്യൽ മെമ്മറികളെ, അത്തരം സാമൂഹിക ഓർമ്മകളെ യേശു പരസ്യമായി നിഷേധിച്ചുകൊണ്ട് സക്കായിയുടെ ഒപ്പം നിൽക്കുകയാണ്. ഏതോ കാലത്ത് അറിയാതെ പറഞ്ഞുപോയ ഒരു വാക്ക്, ഏതോ കാലത്ത് വികാരാവേശത്തിൽ എടുത്തതായുള്ള തീരുമാനം, ഏതോ കാരണത്താൽ ആരോടുള്ള വാശിയോടൊക്കെയോ ഫേസ്ബുക്കിൽ ഇട്ടതായ ഫോട്ടോകൾ, കാലം കഴിഞ്ഞിട്ടും കൽപ്പാന്തകാലമായി നാം ഇങ്ങനെയുള്ള ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഓർമ്മകൾ അരിഞ്ഞു വീഴ്ത്തിയ എത്ര മനുഷ്യരുണ്ട്, നമ്മുടെ ഓർമ്മകൾ വേട്ടയാടുന്ന എത്ര മനുഷ്യരുണ്ട്. ഓർമ്മകൾ വേട്ടയാടുന്ന മനുഷ്യരെ ഓമനിക്കാൻ യേശു എപ്പോഴും തയ്യാറാണ്. ഒരു സമൂഹം മുഴുവൻ സക്കായിയെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ സക്കായിയുടെ വീട്ടിൽ ചെന്നിട്ട് അവനൊരു പുതിയ പേര് കൊടുക്കുകയാണ്, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. എന്താണ് രക്ഷയുടെ സന്തോഷം? രക്ഷയുടെ സന്തോഷം എന്നത് അമൂർത്തമായ ഒന്ന് മാത്രമല്ല, അതിന് ചില മൂർത്തമായ, ദൃശ്യമായ, പ്രകടമായ, ടാൻജിബിളായ ചില തലങ്ങളുണ്ട്. മനുഷ്യൻ്റെ അഭിമാനം, മനുഷ്യൻ്റെ അന്തസ്ത് തിരിച്ചു നൽകുന്നതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട അഭിമാനം തിരിച്ചു ലഭിക്കുന്നതിൻ്റെ പേരാണ് രക്ഷയുടെ സന്തോഷം. സക്കായിക്ക് അവൻ്റെ അഭിമാനം മടക്കി കിട്ടുകയാണ്. പാപിനിയായ സ്ത്രീയെ കുറെ ആളുകൾ ചേർന്ന് കൊണ്ടുവരികയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ, അവരുടെ സോഷ്യൽ മെമ്മറിയിൽ ഈ സ്ത്രീയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു സോഷ്യൽ മെമ്മറി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺസെൻ, ഒരു സോഷ്യൽ ഹാർഡ് ഡിസ്ക്, അതിലെ ഇൻഫർമേഷൻസ് എന്താണ് എന്ന് കർത്താവ് നോക്കാതെ സ്ത്രീയോട് പറയുന്നു, പോക, ഇനി ആരും നീ പാപം ചെയ്യരുത്. ധനവാനായ ശിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ, അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളുടെ മെമ്മറിയിൽ ഈ സ്ത്രീ പാപിനിയായ സ്ത്രീയാണ്. എന്നാൽ യേശു അവൾക്ക് നഷ്ടപ്പെട്ടതായ അന്തസ്സ് മടക്കി നൽകുകയാണ്. മനുഷ്യൻ്റെ അന്തസ്സ് മടക്കി നൽകലിൻ്റെ പേരാണ് സുവിശേഷ വേല.
ഇന്ന് മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യൻ്റെ അഭിമാനത്തിനും നാം എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട്? സഭ മനുഷ്യ അന്തസ്സ് മുറുകെ പിടിക്കാൻ സദാ ജാഗ്രത കാണിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയാണ്. അവരുടെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ ഏതു പാപിയുടെയും ഭൂതകാലമല്ല, അവൻ്റെ ഭാവികാല സാധ്യതകളാണ്. ഇവിടെയാണ് എനിക്ക് ബർണബാസ് എന്ന വേദപുസ്തക കഥാപാത്രം ഏറെ പ്രിയപ്പെട്ടതായി തീരുന്നത്. പൗലോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനാകുന്നതിന് മുൻപ്, ദൈവം വിളിച്ച് വേർതിരിക്കുന്നതിന് മുൻപ്, മതഭ്രാന്ത് ബാധിച്ച, മതവികാരം വ്രണപ്പെട്ട ഒരു ആൾക്കൂട്ടം, അവർ സ്തേഫാനോസിനെ കൊല്ലാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു കുലപാതക സംഘത്തിൽ ഉണ്ടായിരുന്നയാളാണ് പൗലോസ്. എന്നാൽ പൗലോസിന്റെ മാനസാന്തരവും മടങ്ങിവരവും സാധ്യമാക്കിയത് ബർണബാസ് എന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആരും പൗലോസിനെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരുടെയും സോഷ്യൽ മെമ്മറിയിൽ പൗലോസ് ഒരു കുലപാതക സംഘത്തിൽപ്പെട്ടയാളാണ്. അവൻ്റെ അനുതാപം പോലും അഭിനയമായി തെറ്റിദ്ധരിച്ച യെരൂശലേമിലെ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും വൗച്ച് ചെയ്യുന്നത്, പൗലോസിന് വേണ്ടി ഉറപ്പോടെ പറയുന്നത് ബർണബാസാണ്. അനുതപിക്കുന്ന മനുഷ്യൻ്റെ മടങ്ങിവരവ്, ഓർമ്മകൾ വേട്ടയാടുന്ന മനുഷ്യൻ്റെ അനുതാപം, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഏറ്റുപറയുന്ന മനുഷ്യരുടെ മാനസാനന്തര ജീവിതത്തെ സുഗമമാക്കുവാൻ ബർണബാസിനെ പോലെ ഒരാൾ ഇന്നും സഭയിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ജീവിതം കൈമോശം വന്നവർ, തെറ്റുകൾ സംഭവിച്ചവർ, മറ്റുള്ളവരുടെ സോഷ്യൽ മെമ്മറിയിൽ വല്ലാത്ത കിടന്ന് ശ്വാസം മുട്ടുന്ന മനുഷ്യർ, അവർക്കൊക്കെ മടങ്ങി വരാൻ സഭ ഒരു ബർണബാസ് കമ്മ്യൂണിറ്റിയായി മാറണം. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇന്നായിരുന്നെങ്കിൽ ഈ ശൗലിന് സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുമോ? ശൗലൊരു കുലപാതക സംഘത്തിൽപ്പെട്ടയാളാണ്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ സംഘത്തിലുള്ള ആളാണ്. ഒരുപക്ഷെ അപ്രന്റീസായിട്ട് വല്ല അവിടെ നിൽക്കുമായിരിക്കും. ഈ തുണിയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ട്രെയിനിങ് പീരീഡ്. പക്ഷേ നമ്മളൊരു FIR, ഒരു പോലീസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ കൊലപാതക കുറ്റത്തിൽ ശൗലും പ്രതിയാണ്. അങ്ങനെ ഒരിക്കൽ ജീവിതം കൈമോശം വന്ന, ഒരിക്കൽ ജീവിതം കൈവിട്ടുപോയ ഒരു ശൗലിന് അയാൾ മാനസാന്തരപ്പെട്ടാൽ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുമോ? ഇനി അഥവാ ആ മനുഷ്യൻ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ വാട്സാപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള എല്ലാ സന്നാഹങ്ങളും, സാമൂഹിക മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ ആയുധപ്പുരകളാണ്. ആരെയൊക്കെയോ അരിഞ്ഞു വീഴ്ത്താനുള്ള വെടിമരുന്ന് നിറയ്ക്കുന്ന ആയുധപ്പുരകളായി സാമൂഹിക മാധ്യമങ്ങൾ മാറുന്നു. ഇന്നായിരുന്നെങ്കിൽ ശൗലിന് മർത്തോമാ സഭയിലെ ഒരു വൈദികനാകാൻ സാധിക്കുമോ? തിരുമേനിമാർക്കും ബോർഡ് അംഗങ്ങൾക്കും എല്ലാം അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ, അയാൾ ഈ തുണി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എല്ലാം കിട്ടും. ഇന്നായിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അയാൾ എപ്പോൾ തൂങ്ങിച്ചത്തെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ശൗലിനെ പൗലോസാക്കണമെങ്കിൽ, പാപികൾക്ക് മാനസാനന്തര ജീവിതം സാധ്യമാകണമെങ്കിൽ, തെറ്റുപറ്റിപ്പോയവന് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ അംനേഷ്യ, ദൈവത്തിൻ്റെ മറവി, ഇറ്റ് ഈസ് എ ഫോർഗിവിങ് മെമ്മറി. നമ്മളൊരു അൺഫോർഗിവിങ് മെമ്മറിയുമായി ജീവിക്കുമ്പോൾ, സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത്, ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത്, when our memory is unforgiving, how repentance and forgiveness are possible? ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് സഭ ഒരു ഡിവൈൻ അംനേഷ്യയുടെ, ഒരു ഫോർഗിവിങ് മെമ്മറിയുടെ സാക്ഷ്യ കൂടാരമായി മാറണം. ഒരു പരിചയമുള്ള ഒരു സംഭവ കഥയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുറേ കാലം മുമ്പ് ഒരു വീട്ടിൽ ഒരു മകൻ
നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്നെനിക്കറിയാം, എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ നിങ്ങളൊന്ന് ഇരുന്ന് തരണം. അപ്പൻ അങ്ങനെ വീട്ടിൽ നിന്ന് അപ്പനുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കി മകൻ ഇറങ്ങിപ്പോയി. കുറേ കാലത്തിന് ശേഷം, ഒരുപക്ഷെ നാം ഇന്ന് വായിച്ച വേദഭാഗത്തിലെ ഇളയ മകനെ പോലെ കയ്യിലെ പൈസയൊക്കെ തീർന്നു, പട്ടിണിയായി, വാളവര പോലും തിന്നാൻ കിട്ടാതെ ഇരിക്കുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി അപ്പനൊരു കത്തയക്കുന്നു. കത്തിൽ ഇങ്ങനെയാണ്: ഞാൻ മടങ്ങി വരുന്നു, എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കണം. നമ്മുടെ വീടിൻ്റെ സമീപത്തൂടെയാണല്ലോ ഞാൻ വരുന്ന ട്രെയിൻ യാത്ര വരുന്നത്. ആ മരത്തിൽ അപ്പൻ എനിക്ക് കാണാൻ പരുവത്തിന് ഒരു വെള്ളക്കൊടി കെട്ടിയിരിക്കണം. വെള്ളക്കൊടി കണ്ടാൽ മാത്രമേ ഞാൻ ആ സ്റ്റേഷനിൽ ഇറങ്ങൂ, വീട്ടിലേക്ക് വരൂ. കണ്ടില്ലെങ്കിൽ അപ്പൻ എൻ്റെ തെറ്റ് മറന്നില്ല എന്ന് ഞാൻ കണക്കാക്കും. എഴുത്ത് കിട്ടി എന്ന ഒരു നിഗമനത്തിൽ മകൻ അവനായിരുന്ന ഇടത്തു നിന്ന് വീട്ടിലേക്ക് യാത്രയായി. തൻ്റെ വീടിന് സമീപമായപ്പോൾ ഇവൻ്റെ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. അവൻ്റെ ഹൃദയമിടിപ്പുകൾ കുതിരവേഗത്തിലായി. കാരണം അപ്പൻ കൊടി കെട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? വീടിനോടടുക്കുന്നു. അവൻ്റെ ആകാംക്ഷയും ഇങ്ങനെ ശരവേഗത്തിൽ പായുകയാണ്. അവസാനം വീടിനടുക്കറായപ്പോൾ ഈ മകൻ കണ്ട കാഴ്ച ഹൃദയഭേദകമാണ്. ഒരു കൊടി കെട്ടാനാണ് ഈ മകൻ അപ്പനോട് പറഞ്ഞത്. ആ മരത്തിൽ നിറയെ വെള്ളക്കൊടികളാണ്. അവൻ തകർന്നു പോയി. ഒരിക്കലും ഇങ്ങനെ അപ്പൻ ചെയ്യുമെന്ന് അവൻ കരുതിയില്ല. പക്ഷേ എന്നിട്ടും ഇവൻ എന്തിനാണ് അപ്പൻ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല. അവൻ സ്റ്റേഷനിലിറങ്ങി വീട്ടിൽ വന്നു. അപ്പനെ കണ്ടു കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, ചുംബനം കൊടുത്തു, കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. ആ വന്നതിൻ്റെ ആ ഒരു സംഘർഷത്തിനൊരയവ് വന്നപ്പോൾ ചോദിച്ചു: അപ്പ, ഞാൻ ഒരു കൊടിയല്ലേ കെട്ടാൻ പറഞ്ഞത്? അപ്പൻ എന്തിനാ മരത്തിൽ നിറയെ കൊടികൾ കെട്ടിയത്? അപ്പോൾ ഈ അപ്പൻ പറയുക: മോനെ, ഒരു കൊടി കെട്ടിയാൽ മതി എന്ന് നീ പറഞ്ഞു എന്നത് സത്യമാണ്. എന്നാൽ ട്രെയിൻ വേഗത്തിലാണ് പായുന്നതെങ്കിൽ നിനക്ക് ആ കൊടി കാണാൻ കഴിയാതെ പോയാൽ നിന്നെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. കാൽവറിയിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഉയർന്നത് 1000 സ്നേഹത്തിൻ്റെ കൊടികളാണ്. നമ്മുടെ ഇടവകയിൽ നമ്മുടെ വാക്കിലൂടെ ഉയരേണ്ടത് സ്നേഹത്തിൻ്റെ കൊടിയാണ്. നമ്മുടെ തീരുമാനങ്ങളിൽ ഉയരേണ്ടത് സ്നേഹക്കൊടിയാണ്. ഒരാൾ പോലും നഷ്ടപ്പെടരുത് എന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പനു വേണ്ടി 1000 വെള്ളക്കൊടികൾ കിട്ടിയ, മകന് വേണ്ടി 1000 വെള്ളക്കൊടികൾ കിട്ടിയ ആ അപ്പൻ്റെ സ്നേഹമുണ്ടല്ലോ, ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് ഡിവൈൻ ഫൊർഗീവ്നെസ്. ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് ഫൊർഗീവിങ് മെമ്മറി. അതിൻ്റെ പേരാണ് ഡിവൈൻ അംനേഷ്യ. വിശുദ്ധമേശയിൽ നാം പങ്കെടുക്കാൻ വരുമ്പോൾ അവിടെ ഉയരേണ്ടത് കലാപത്തിൻ്റെ കൊടിയല്ല, ക്ഷമയുടെ കൊടിയാണ്. അവിടെ ഉയരേണ്ടത് സ്നേഹത്തിൻ്റെ കൊടിയാണ്. ദൈവം എല്ലാം മറക്കുന്നു എന്നത് ഓർക്കുക. അതാണ് വീണ്ടെടുപ്പിൻ്റെ രഹസ്യം. ദൈവം എല്ലാം മറക്കുന്നു എന്നത് മാത്രമല്ലാതെ മടങ്ങി വരാൻ നമുക്ക് മറ്റെന്താണുള്ളത്? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു ഡിജിറ്റൽ വേൾഡിൽ, നവസാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഒരാൾക്ക് അനുദപിക്കാൻ, മടങ്ങി വരാൻ, പാപമേറ്റു പറയാൻ സാധിക്കുമോ? മൂത്ത മകനെ പോലെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ അയൽക്കാരൻ്റെയും സഹോദരൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെ ഒരു വൈറസും കയറാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ, സഭയിൽ, ഇടവകയിൽ ഒരു പാപിയും മാനസാന്തരപ്പെടില്ല. ദൈവം ക്ഷമിക്കും എന്നറിയാഞ്ഞിട്ടല്ല, ദൈവം മറക്കും എന്നറിയാഞ്ഞിട്ടല്ല, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മുടെ കൂട്ടായ്മയിലേക്ക് പാപികൾ മടങ്ങി വരാതെ പോകുന്നതിൻ്റെ കാരണം ദൈവം മറന്നാലും നാം മറക്കുന്നില്ല എന്നതോർക്കുമ്പോൾ ഒരു പാപിക്കും മടങ്ങി വരാനാവില്ല. ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത്, ഇത്തരയുള്ള സോഷ്യൽ മെമ്മറികളുടെ കാലത്ത് ഒരു മൂത്ത മകനെ പോലെയാണോ സഭ നമ്മൾ ആകേണ്ടത്, അതോ അപ്പനെ പോലെയാണോ? ഒരു ബർണബാസായി,
സക്കായിക്ക് അന്തസ്ത് തിരികെ നൽകിയ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത്, അൺഫോർഗിവിങ് ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് ഒരു ഫോർഗിവിങ് മെമ്മറി, അത് പരിശീലിക്കുന്ന, അത് ആഘോഷിക്കുന്ന, ദൈവക്ഷമ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരിടമായി നാം തീരുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ വശ്യതയിലേക്ക് എല്ലാ മനുഷ്യരും ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയായി നമുക്ക്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഭദ്രാസനത്തിന് വളരുവാനും പരുവപ്പെടുവാനും പരിണാമം ലഭിപ്പാനും നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഹൗ ടു forgive in a world that has forgotten to forget.